പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. പ്രിയ സഹോദരങ്ങളെ, പുതിയൊരു പ്രഭാതത്തിലേക്ക്, പുതിയൊരു ദിവസത്തിന്റെ വെളിച്ചത്തിലേക്ക് ദൈവം നമ്മെ ഓരോരുത്തരെയും ആയുസ്സോടെയും ആരോഗ്യത്തോടെയും കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. കണ്ണുകൾ തുറന്ന് ഈ പ്രഭാതത്തിന്റെ മനോഹാരിതയിലേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഉയരുന്ന ചിന്ത എന്താണ്? ചിലപ്പോൾ അത് ഇന്നലത്തെ ദിവസത്തിന്റെ ഭാരങ്ങളാകാം, അല്ലെങ്കിൽ ഇന്ന് നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളെക്കുറിച്ചുള്ള ആശങ്കകളാകാം. എന്നാൽ ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നത് ഈ പ്രഭാതം വെറുമൊരു ദിവസമല്ല, മറിച്ച് ദൈവത്തിന്റെ പുതിയൊരു കരുണയുടെയും പ്രതീക്ഷയുടെയും തുടക്കമാണ് എന്നാണ്. നാം പലപ്പോഴും വിചാരിക്കാറുണ്ട് നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾക്ക് ഒരവസാനമില്ല എന്ന്. കഴിഞ്ഞ ദിവസം അനുഭവിച്ച പരാജയങ്ങൾ, തകർച്ചകൾ, മാനസിക വിഷമങ്ങൾ ഇവയെല്ലാം ചുമലിലേറ്റിക്കൊണ്ടാണ് പലരും ഈ പുതിയ ദിവസത്തിലേക്ക് നടന്നു കയറുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, കർത്താവ് നിങ്ങളോട് പറയുന്നു, ഇന്നലകൾ കഴിഞ്ഞുപോയി, ഇതാ ഞാൻ എല്ലാം പുതിയതാക്കുന്നു. ഈ വീഡിയോയിലൂടെ നാം ചിന്തിക്കാൻ പോകുന്നത് ബൈബിൾ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഒരു പുതിയ പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ കെട്ടിപ്പടുക്കുന്നത് എന്നാണ്. നിങ്ങളുടെ ജീവിതം ഇന്ന് ഏതവസ്ഥയിലൂടെ കടന്നുപോയാലും ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിന് വലിയൊരു ആശ്വാസവും ധൈര്യവും നൽകും. ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ടു എന്ന് കരുതുന്നവർക്ക്, മുൻപോട്ടുള്ള വഴി അറിയില്ല എന്ന് വിഷമിക്കുന്നവർക്ക് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നേരിട്ടുള്ള മറുപടിയാണ് ഇന്ന് നാം ധ്യാനിക്കുന്നത്. നമുക്ക് ചുറ്റുമുള്ള ലോകം ഒരുപക്ഷെ നിങ്ങളെ നിരാശപ്പെടുത്തിയേക്കാം. മനുഷ്യർ നൽകുന്ന വാഗ്ദാനങ്ങൾ തകർന്നു പോയേക്കാം. എന്നാൽ ഒരിക്കലും വാക്കുമാറാത്ത സർവശക്തനായ ദൈവത്തിലാണ് നാം ആശ്രയിക്കുന്നത്. ഈ പ്രഭാതത്തിൽ ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമുക്ക് ഒരുമിച്ച് കടന്നുചെല്ലാം. വരുന്ന ചില മിനിറ്റുകളിൽ ദൈവവചനത്തിന്റെ ആഴങ്ങളിലേക്ക് നാം ഇറങ്ങുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലെ ഭാരങ്ങൾ മാറി ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ നിറയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായ ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ നമുക്ക് ഈ വചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. ഈ പ്രഭാതത്തിൽ നാം ആദ്യമായി ചിന്തിക്കുന്ന വചനം വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-23 വാക്യങ്ങളാണ്. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു, അവന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതുമാകുന്നു. ഈ വരികളുടെ ആഴമൊന്ന് ചിന്തിച്ചു നോക്കൂ. ദൈവത്തിന്റെ കരുണ ഓരോ പ്രഭാതത്തിലും പുതിയതാണ്. അതിന്റെ അർത്ഥം ഇന്നലത്തെ കരുണയല്ല ദൈവം ഇന്ന് നിങ്ങൾക്ക് തരുന്നത്. ഇന്ന് നിങ്ങൾ നേരിടാൻ പോകുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് ദൈവത്തിന് നന്നായി അറിയാം. അതിനെ തരണം ചെയ്യാൻ ആവശ്യമായ പുതിയ കൃപയും പുതിയ കരുണയും ഈ പ്രഭാതത്തിൽ ദൈവം നിങ്ങൾക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ നാം വിചാരിക്കും, ഇനി ദൈവത്തിന് എന്നോട് ഒരു കരുണയും ഉണ്ടാകില്ല എന്ന്. എന്നാൽ ബൈബിൾ പറയുന്നത് ദൈവത്തിന്റെ വിശ്വസ്തത വലിയതാണ് എന്നാണ്. മനുഷ്യർ നമ്മുടെ തെറ്റുകൾ ഓർത്തുവെച്ച് നമ്മെ മാറ്റി നിർത്തിയേക്കാം. എന്നാൽ ദൈവം അങ്ങനെയല്ല. അനുതാപ ഹൃദയത്തോടെ ദൈവസന്നിധിയിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ അവിടുന്ന് നമ്മുടെ പാപങ്ങളെയും പരാജയങ്ങളെയും ദൂരേക്ക് എറിഞ്ഞു കളയുന്നു. ഓരോ സൂര്യോദയവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിന്റെ സ്നേഹം ഇപ്പോഴും ജീവിക്കുന്നു എന്നാണ്. രാത്രി എത്ര ഇരുണ്ടതാണെങ്കിലും പ്രഭാതം വന്നേ തീരൂ എന്നത് പ്രകൃതിയുടെ നിയമമാണ്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളുടെ ഇരുട്ടിലേക്ക് ദൈവത്തിന്റെ കൃപയാകുന്ന വെളിച്ചം ഇന്ന് കടന്നു വരികയാണ്. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുക, എൻ്റെ ദൈവത്തിന്റെ കരുണ ഇന്ന് എനിക്ക് പുതിയതാണ്. ഞാൻ ഇന്ന് തനിച്ചല്ല, ദൈവത്തിന്റെ വിശ്വസ്തത എന്നെ വഴി നടത്തും. കഴിഞ്ഞ കാലങ്ങളിലെ പരാജയങ്ങളുടെ തടവറയിൽ നിന്ന് പുറത്തു കടക്കാൻ ഈ വചനം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിച്ച് ഈ ദിവസത്തെ ധൈര്യത്തോടെ നേരിടാൻ നമുക്കൊരുങ്ങാം. അടുത്തതായി നമുക്ക് സങ്കീർത്തനങ്ങൾ 30-ാം അധ്യായം 5-ാം വാക്യത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം. അവിടെ ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു, സന്ധ്യയിങ്കൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. നമ്മുടെ ജീവിതത്തിൽ കണ്ണുനീരിന്റെ രാത്രികൾ ഉണ്ടാകാറുണ്ട്. കടബാധ്യതകൾ ഓർത്ത്, മക്കളുടെ ഭാവിയെ ഓർത്ത്, മാറാത്ത രോഗങ്ങളെ ഓർത്ത്, അല്ലെങ്കിൽ കുടുംബത്തിലെ അശാന്തികളെ ഓർത്ത് രാത്രിയിൽ ഉറങ്ങാൻ കഴിയാതെ തലയണ നനച്ചിട്ടുള്ള എത്രയോ പേർ ഇന്ന് ഈ വീഡിയോ കാണുന്നുണ്ട്. വചനം അതിനെ വിളിക്കുന്നത്
വിരുന്നുകാരൻ എന്നാണ്. ഒരു വിരുന്നുകാരൻ നമ്മുടെ വീട്ടിൽ വന്നാൽ അയാൾ അവിടെ സ്ഥിരമായി താമസിക്കുകയില്ല. കുറച്ചു കഴിഞ്ഞ് അയാൾ കടന്നു പോകും. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും കണ്ണുനീരും താൽക്കാലികം മാത്രമാണ്. രാവിലെ ആകുമ്പോൾ ഉല്ലാസം വരുമെന്നാണ് ദൈവത്തിന്റെ വാഗ്ദാനം. ദൈവം നിങ്ങളുടെ കണ്ണുനീരിനെ തുടച്ചു മാറ്റാൻ പോകുന്ന ഒരു പ്രഭാതമാണിത്. യെശയ്യാപ്രവചനം 40:31 വീണ്ടും നമുക്ക് ധൈര്യം നൽകുകയാണ്. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ പഴയ സന്തോഷം, നഷ്ടപ്പെട്ടു പോയ ആ സമാധാനം, തകർന്നുപോയ പ്രതീക്ഷകൾ, ഇവയെല്ലാം തിരികെ തരാൻ ദൈവത്തിന് കഴിയും. ഒരു കഴുകൻ അതിന്റെ പഴയ ചിറകുകൾ കൊഴിച്ച് പുതിയ ചിറകുകൾ മുളപ്പിച്ച് ശക്തിയോടെ ഉയരത്തിൽ പറക്കുന്നത് പോലെ ഈ പ്രഭാതത്തിൽ ദൈവത്തിൽ പ്രത്യാശ വെക്കുന്ന ഏവരുടെയും ശക്തി പുതുക്കപ്പെടും. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ ഭാരമെല്ലാം കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കുക. കർത്താവേ, എന്റെ ശക്തി തീർന്നുപോയി, ഇനി അങ്ങയുടെ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. തളർന്നുപോയ അവസ്ഥയിൽ നിന്നും നിരാശയുടെ ആഴങ്ങളിൽ നിന്നും ദൈവം നിങ്ങളെ ഇന്ന് കഴുകനെ പോലെ ചിറകടിച്ചുയർത്തും. പ്രിയ സഹോദരങ്ങളെ, ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു വലിയ സമാധാനം അനുഭവപ്പെടുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അതുകൊണ്ട് ഈ ദിവസം നിങ്ങൾ കടന്നു പോകുമ്പോൾ ഒരു കാര്യം എപ്പോഴും ഓർക്കുക: നിങ്ങൾ ഒറ്റയ്ക്കല്ല. പ്രപഞ്ചത്തിന്റെ നാഥനായ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുടെ തുടക്കമാകട്ടെ. ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചാലോ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടന്നില്ലെങ്കിലോ ഭയപ്പെടരുത്. ദൈവത്തിന്റെ പദ്ധതികൾ എപ്പോഴും നമുക്ക് നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. യെരമ്യാപ്രവചനം 29-11 വാക്യം പറയുന്ന പോലെ, അവിടുന്ന് നമുക്കായി വിചാരിക്കുന്ന നിരൂപണങ്ങൾ തിന്മയ്ക്കായുള്ളതല്ല, നമുക്ക് ശുഭഭാവിയും പ്രത്യാശയും നൽകേണ്ടതിനുള്ള നന്മയ്ക്കുള്ള നിരൂപണങ്ങളാണ്. ഈ വചനം ഇന്ന് നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചുവെങ്കിൽ അത് മറ്റുള്ളവർക്കും അനുഗ്രഹമാകാൻ വേണ്ടി തീർച്ചയായും ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്തു കൊടുക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. തുടർന്നും ഇതുപോലെയുള്ള ദൈവവചന ചിന്തകളും ആത്മീയ സന്ദേശങ്ങളും ലഭിക്കുന്നതിനായി നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ലൈക്കുകളും കമന്റുകളും ഞങ്ങൾക്ക് ഒരു വലിയ പ്രോത്സാഹനമാണ്. ഈ പുതിയ പ്രഭാതം നിങ്ങൾക്ക് നന്മയുടെയും അനുഗ്രഹത്തിന്റെയും വിജയത്തിന്റെയും ദിവസമായി മാറട്ടെ. ദൈവത്തിന്റെ കൃപ നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഒരു അനുഗ്രഹിക്കപ്പെട്ട ദിവസം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹിമപ്പെടുമാറാകട്ടെ. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.